ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിദേശത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ വിധവകളായിട്ടുള്ളവരും ഒറ്റപ്പെട്ട സ്ത്രീകൾ, അങ്ങനെയുള്ള ഒരുപാട് വേദനിക്കുന്ന സ്ത്രീകൾ, അവരെ സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവർ ആരെങ്കിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, വിധവകളായിട്ടുള്ളവരോ ഒറ്റപ്പെട്ട സ്ത്രീകൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ഒത്തിരി പേരുണ്ട് ആരോരും സഹായത്തിനില്ലാതെ ജോലി ചെയ്ത് ജീവിക്കുന്ന, വിദേശത്തായിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരിതാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനം എഴുതി വെച്ച്, നിങ്ങൾ എന്ത് കഷ്ടപ്പാടുള്ള ജോലി ആയിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, അവിടുത്തെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ കൂടെയുള്ളവരിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഏൽക്കുമല്ലോ, അങ്ങനെ ഏറ്റിട്ടോ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ വചനം ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഞാൻ 1000 തവണ എഴുതും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഒരു 1000 തവണ എഴുതണമെന്നൊന്നും ഞാൻ പറയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഈ വചനം എഴുതുമ്പോൾ നിങ്ങൾക്ക് ചുരുങ്ങിയ അളവിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള അനുഭവം കിട്ടും, അതിൻ്റെ റിസൾട്ട് കിട്ടും. പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുത്. നിങ്ങളൊരു പർട്ടിക്കുലർ ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു ഇത്ര വരെ ഞാൻ ഈ വചനം എഴുതും, എൻ്റെ ദൈവം എനിക്കിത് നടത്തി തരണം, എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കണം, എന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വചനം എഴുതുമ്പോൾ, വളരെ കുറച്ച് വചനങ്ങൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം കിട്ടും. അവിടെ വെച്ച് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ വചനം കണ്ടിന്യൂസ് തന്നെ എഴുതണം. ആ വചനം ഇതാണ്: കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു, എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. ഇത് സങ്കീർത്തനം 146 അധ്യായം 9 വാക്യമാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇരുന്ന് എഴുതി നമ്മൾ അനുഗ്രഹം നേടണം. അപ്പം ഞാൻ അതിൻ്റെ ഒരു 146 സങ്കീർത്തനം പൂർണ്ണമായിട്ടും ഇവിടെ വായിക്കുകയാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ കർത്താവിന് കീർത്തനം പാടും. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുത്. അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു. യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു.